ഹലോ ഫ്രണ്ട്സ്, അച്ചൂസ് ക്രിയേഷൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ സബ്ജക്റ്റ് സ്വയംഭോഗം ചെയ്യുന്ന പെൺകുട്ടികളിലെ കന്യാചർമ്മം ഓപ്പൺ ആകുമോ എന്ന സബ്ജക്റ്റിനെ പറ്റിയിട്ട് പറയാൻ വേണ്ടിയിട്ടാണ്. സബ്ജക്റ്റിലേക്ക് വരുന്നതിന് മുമ്പ് ഞാൻ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. എന്റെ പേര് സോണിയ. നല്ലൊരു സെജ് എഡ്യൂക്കേഷൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും തരിക എന്ന ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് ഇങ്ങനെ ഒരു സബ്ജക്റ്റിനെ പറ്റിയിട്ട് പറഞ്ഞു വിട്ടിരിക്കുന്നത്. ഈ സെജ് എഡ്യൂക്കേഷൻ മോശമായ ഒരു കാര്യമല്ല, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സബ്ജക്റ്റിനെ പറ്റിയിട്ടുള്ള അറിവ് പറഞ്ഞു തരുന്ന ഒരു മോശമായ കാര്യം അല്ല എന്ന് മനസ്സിലാക്കുക. സെജ് എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്ന തെറ്റായ ധാരണകൾ കൊണ്ടാണ് ഇതൊക്കെ മോശമാണ് എന്ന് നമ്മൾ ചിന്തിക്കുന്നത്. ഇപ്പൊ സ്വയംഭോഗം എന്നൊരു വാക്ക് കേൾക്കുമ്പോഴും അയ്യോ ഇങ്ങനൊരു സബ്ജക്റ്റ്, അത് പറയാൻ പാടില്ലാത്തതാണ്, അത് കൊള്ളരുതാത്തതാണ്, അത് പാപമാണ് എന്ന് ചിന്തിക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. പക്ഷേ ഇങ്ങനെയുള്ള പ്രവൃത്തിയിൽ ഏർപ്പെടുന്നവർ ഒരുപാട് പേരുണ്ട്. അപ്പൊ അതാണ് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടത്. അപ്പൊ അവർക്ക് അറിവ് അത്യാവശ്യമായ കാര്യം തന്നെയാണ്. ഈ സ്വയംഭോഗം ചെയ്യുന്ന സമയത്ത് കന്യാചർമ്മം ഓപ്പൺ ആകുമോ എന്ന് ചോദിച്ചുകൊണ്ട് വിളിച്ച പെൺകുട്ടികളുടെ എണ്ണം ഒത്തിരി കൂടുതലാണ്. കാരണം അവര് കൗമാരപ്രായത്തിൽ ആ ഒരു പ്രവൃത്തിയിൽ ഏർപ്പെടുന്നു. ഈ സ്വയംഭോഗം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു വ്യക്തി തന്റെ ലൈംഗിക അവയവങ്ങളെ സ്വന്തമായിട്ട് ഉത്തേജിപ്പിച്ചിട്ട് അതിനുള്ളിൽ ഒരു ആനന്ദവും സുഖവും ഒക്കെ കണ്ടെത്തുന്ന ഒരവസ്ഥ. അതായത് അവർക്കൊരു ഇങ്ങനെ ഒരു താല്പര്യം ഉണ്ടാവുന്ന സമയത്ത് അതിനെ ശമിപ്പിക്കാൻ വേണ്ടിയിട്ട് അവർ സ്വന്തമായി ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ. പക്ഷെ അതിൽ നിന്ന് എന്തെങ്കിലും ഭവിഷ്യത്ത് ഉണ്ടാവുന്നുണ്ടോ, അല്ലെങ്കിൽ നമുക്ക് നല്ല ഗുണങ്ങൾ മാത്രമാണോ കിട്ടുന്നത്, ഇതെല്ലാം അറിഞ്ഞിട്ടായിരിക്കണം നമ്മൾ ഒരു പ്രവൃത്തിയിലേക്ക് പോകുന്നത്. പ്രത്യേകിച്ച് ഈ കൗമാര കാലഘട്ടം എന്ന് പറയുന്നത് തന്നെ വളരെ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൂടെയൊക്കെ കടന്നു പോകുന്ന ഒരു കാലഘട്ടമാണ്. വലിയ രീതിയിലുള്ള അറിവുകൾ ഒന്നുമില്ല, എന്നാൽ ഇങ്ങനെയുള്ള പ്രവൃത്തികളൊക്കെ കൂടുതലായിട്ട് നമ്മൾ ചെയ്യുകയും ചെയ്യുന്നു. കൂട്ടുകാരിൽ നിന്നുള്ള അറിവും കണ്ടതും കേട്ടതുമായിട്ടുള്ള അറിവുകളൊക്കെ വെച്ചിട്ട് നമ്മൾ ഇങ്ങനെയുള്ള ഓരോ പ്രവൃത്തിയിലേക്ക് പോകും. അപ്പൊ സ്വന്തമായിട്ട് നമ്മുടെ ലൈംഗിക അവയവങ്ങളെ ഉത്തേജിപ്പിക്കുക എന്ന് പറയുമ്പോൾ ഒരു ആൺകുട്ടിയെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഒരു പുരുഷനെ സംബന്ധിച്ച് അതിൻ്റെ ഉള്ളിൽ വലിയ ഭവിഷ്യത്തുകളൊന്നും സംഭവിക്കാനില്ല. അവർക്ക് അമിതമായിട്ട് സ്വയംഭോഗം ചെയ്യുന്നത് കൊണ്ട് ചില പ്രശ്നങ്ങൾ, അതായത് ശീഘ്രസ്ഖലനം പോലെയുള്ള പ്രശ്നം, അല്ലെങ്കിൽ ആ ഒരു ഭാഗത്ത് നീര്, തടിപ്പ്, അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവുന്നു എന്നത് വിട്ടാൽ വേറെ അവർക്ക് വലിയ ആപത്തൊന്നും സംഭവിക്കുന്നില്ല. എന്നാൽ ഒരു പെൺകുട്ടിയെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഒരു സ്ത്രീയെ സംബന്ധിച്ച് സ്വയംഭോഗം ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിച്ചില്ല എങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും പണി കിട്ടും എന്നതാണ് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടത്. നമ്മുടെ ആ ഒരു സമയത്തുണ്ടാകുന്ന ആ ലൈംഗികമായിട്ടുള്ള ആ ഒരു ഉണർവിനെ നിവർത്തിക്കാൻ വേണ്ടിയിട്ട് കണ്ണിൽ കിട്ടുന്ന എന്തും ഉപയോഗിച്ച് സ്വയംഭോഗം ചെയ്യുന്നവരുണ്ട്. പല രീതിയിൽ സ്വയംഭോഗം ചെയ്യാറുണ്ട്. കൈകൊണ്ട് ആ ഭാഗത്ത് ഉരസിയിട്ട്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വസ്തുക്കൾ ഉപയോഗിച്ചൊക്കെ ഉരസിയിട്ട്, അല്ലെങ്കിൽ വെള്ളമൊക്കെ ചീറ്റി തെറിപ്പിച്ചിട്ട്, അല്ലെങ്കിൽ രണ്ട് രീതി നമുക്ക് പറയാം, ഉള്ളിൽ ചെയ്യുന്നതും പുറത്ത് ചെയ്യുന്നതും. അപ്പൊ ഉള്ളിലേക്കാണെങ്കിലും കയ്യിൽ കിട്ടുന്ന ഫ്രൂട്ട്സോ വെജിറ്റബിൾസോ അല്ലെങ്കിൽ മറ്റുള്ള സാധനങ്ങളോ ഇങ്ങനെയെല്ലാം ഉപയോഗിച്ചിട്ട് സ്വയംഭോഗം ചെയ്യുന്ന ഒത്തിരി പെൺകുട്ടികൾ, സ്ത്രീകളും ഒക്കെ ഉണ്ട്. ഞാൻ സ്വയംഭോഗത്തെ പറ്റിയിട്ട് മുമ്പ് ഒരു വീഡിയോ ചെയ്തപ്പോൾ ഞാൻ അതിൻ്റെ ഉള്ളിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഗ്ലാസ്, മുരിങ്ങക്കായ്, മെഴുകുതിരി, ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉപയോഗിച്ച് സ്വയംഭോഗം ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ ചെയ്തിട്ട് ആപത്ത് പറ്റി ഡോക്ടർമാരുടെ അടുത്തെത്തിയ കേസുകളുണ്ട് എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഒത്തിരി പേരൊക്കെ ഇതെന്താ ഇങ്ങനെയൊക്കെ ചെയ്യുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അത് സത്യമായ കാര്യമാണ്. ഡോക്ടർമാരാണ് അവരുടെ എക്സ്പീരിയൻസ് പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെയുള്ള അനുഭവം അല്ലെങ്കിൽ ഇങ്ങനെ ഉണ്ടായ പ്രശ്നങ്ങൾ മുഖേന അവിടെ എത്തുന്ന പെൺകുട്ടികൾ അല്ലെങ്കിൽ സ്ത്രീകൾ ഇവരുടെ അവസ്ഥ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എല്ലാവർക്കും ആ അവസ്ഥേനേക്കാളും കൂടുതലുള്ള ചിന്തയാണ്, അയ്യോ ഞാൻ സ്വയംഭോഗം ചെയ്തിട്ടുണ്ട്, എൻ്റെ കന്യാചർമ്മത്തിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നമാകുമോ, ഞാൻ ഇനി വിവാഹം കഴിക്കാൻ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ പ്രശ്നമാകുമോ, ഇങ്ങനെയുള്ള ഒരുപാട് ഡൗട്ടുകൾ അവരിലുണ്ട്, ഒരുപാട് പേടിയും അവരിലുണ്ട് എന്നതാണ്. എന്നുവെച്ചാൽ തന്റെ പങ്കാളി അത് തിരിച്ചറിയുക എന്നത്. ഈ കന്യാചർമ്മം എന്ന് പറയുമ്പോൾ തന്നെ ഒരുപാട് പേർക്ക് അതിനെപ്പറ്റി വ്യക്തമായ അറിവില്ല. കന്യാചർമ്മം ഓപ്പൺ ആയാലാണ് ഒരു ജീവിതത്തിന്റെ യഥാർത്ഥം, അല്ലെങ്കിൽ ഒരു കന്യകയാണ് എൻ്റെ ഭാര്യ, ആ ഒരു രീതിയിലേക്ക് വരുവുള്ളൂ എന്ന് ചിന്തിക്കുന്ന ആൾക്കാരും ഉണ്ട്. ഈ കന്യാചർമ്മം എന്ന് പറയുന്നത് തന്നെ ഒരു നേർത്ത ചർമ്മപാളിയാണ്. അത് ഇപ്പൊ ഒരു സ്വയംഭോഗം ചെയ്ത വകയിലോ അല്ലെങ്കിൽ ഒരു ഇന്റർകോഴ്സ് ചെയ്യുമ്പോൾ മാത്രമല്ല ഓപ്പൺ ആകുന്നത് എന്ന് നമ്മളൊന്ന് അറിഞ്ഞിരിക്കണം. കാരണം നമ്മളൊരു എക്സസൈസ് ചെയ്യുന്ന സമയത്തോ, അല്ലെങ്കിൽ അമിതമായിട്ടുള്ള എന്തെങ്കിലും ഭാരം എടുക്കുന്ന സമയത്തോ, അല്ലെങ്കിൽ സ്പോർട്സിലൊക്കെ പോകുന്ന സമയത്തോ ഒക്കെ ഈ സംഭവം ഓപ്പൺ ആയി പോകാം. ചിലർക്ക് ജന്മന അതുണ്ടാവില്ല. അതൊക്കെ നമ്മൾ ഒരു സൈഡിൽ മനസ്സിലാക്കി വെക്കണം. പക്ഷെ എന്നാലും പെൺകുട്ടികളോടായിട്ട് പറയുകയാണ്, നിങ്ങൾ കണ്ണിൽ കണ്ട വസ്തുക്കളൊക്കെ ഉപയോഗിച്ച് സ്വയംഭോഗം ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ കന്യാചർമ്മം ഓപ്പൺ ആയേക്കാം. നമുക്കില്ല എന്നൊന്നും പറയാൻ പറ്റത്തില്ലല്ലോ. അത്രയും നേരത്തെ ഒരു ചർമ്മപാളിയാണ്. എന്നാൽ ചിലപ്പോൾ ഓപ്പൺ ആവാതെ ഇരുന്നേക്കാം. നമുക്കത് ഓരോരുത്തരും നിങ്ങളുടെ ശരീരത്തിന്റെ പ്രത്യേകതയാണ്. പിന്നെ നമ്മൾ ദുഃഖിച്ചിട്ട് കാര്യമില്ല. പിന്നെ അതിന്റെ പേരിൽ ഒരു പ്രശ്നം വരുമോ, അല്ലെങ്കിൽ ഒരു ഉത്കണ്ഠ സ്ട്രെസ്സും പേറി എനിക്ക് വിവാഹം വേണ്ട എന്ന് പറഞ്ഞ് നടക്കുന്നതിലൊന്നും ഒരർത്ഥവും ഇല്ല.
അതുകൊണ്ട് ഏത് പ്രവൃത്തി നമ്മൾ ചെയ്യുമ്പോഴും അതിന്റെ ഗുണങ്ങളെക്കാൾ ഉപരിയായിട്ട് നമ്മൾ അതിന്റെ ദോഷങ്ങളെ പറ്റി അറിഞ്ഞിട്ടാണ് ഒരു പ്രവൃത്തിയിലേക്ക് നമ്മൾ പോകാൻ വേണ്ടിയിട്ട് പാടുള്ളൂ. ഇല്ലെങ്കിൽ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവപ്പെടും. ഫ്രൂട്ട്സും വെജിറ്റബിൾസും നേരത്തെ ഞാൻ പറഞ്ഞ പോലത്തെ മെഴുകുതിരി, ഗ്ലാസ്, കുപ്പി, അങ്ങനെയുള്ള ഐറ്റംസ്, മുരിങ്ങക്കായി, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് അന്നേരം ഉണ്ടാവുന്ന ഒരു ആവേശത്തെ കിടത്താൻ വേണ്ടിയിട്ട് പിന്നെ ഇങ്ങനെ സ്വയംഭോഗം ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഞാൻ സ്വയംഭോഗത്തെ പറ്റി പറയുമ്പോൾ അത് ശരിയോ തെറ്റോ അല്ലെങ്കിൽ പാപമാണോ എന്നൊന്നും പറയാൻ വേണ്ടി ആളല്ല. അങ്ങനെ ചെയ്യുന്ന ആൾക്കാരുമുണ്ട്, അവർക്ക് ഒരുപാട് പ്രശ്നങ്ങളും ഉണ്ട്. അവർക്കുള്ള ഒരു അറിവ് തരിക എന്നത് മാത്രമാണ് ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പൊ എല്ലാവരും നല്ല രീതിയിൽ അതിൽ നിന്നുള്ള നല്ല രീതിയിലുള്ള അറിവായിട്ട് എടുക്കുക. ഇപ്പൊ സ്വയംഭോഗം എന്ന് പറയുമ്പോൾ ഒരു മാനസിക വൈകൃതമാണ് അല്ലെങ്കിൽ ഒരു രതി വൈകൃതമാണെന്നൊക്കെ പറഞ്ഞ് നമ്മൾ അതിനെ വിശേഷിപ്പിക്കാറുണ്ട്. ഈ പക്ഷി മൃഗാദികൾ പോലും സ്വയംഭോഗം ചെയ്യാറുണ്ട്. എന്നുവെച്ചാൽ അവനവനിൽ ഉണ്ടാവുന്ന ആ ഒരു ഉണർവ്, ഒരു ലൈംഗിക ഉണർവ് അതിന് സ്വന്തമായിട്ട് ശമിപ്പിക്കുന്നു. മറ്റുള്ള പ്രശ്നങ്ങൾ അവർക്ക് അതിൽ ഉണ്ടാവുന്നില്ല എങ്കിലും ഒരു സ്ത്രീയെ അല്ലെങ്കിൽ ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം പ്രശ്നങ്ങൾ ഒരുപാട് സ്വയംഭോഗത്തിൽ ഉണ്ട് എന്ന ഒരു അറിവ് നമ്മൾ എല്ലാവരിലും ഉണ്ടാവണം. ആ പ്രവൃത്തി നമ്മൾ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ കൂട്ടുകാരൊക്കെ ആ പ്രവൃത്തി ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ പ്രേരിപ്പിക്കുമ്പോൾ നമ്മൾ അത് മനസ്സിലാക്കി വെക്കുക. നമുക്ക് മുന്നോട്ടേക്കും ജീവിതമുണ്ട്. അണുബാധകളും മറ്റുള്ള ചൊറിച്ചിലും അല്ലെങ്കിൽ പൊട്ടിയിട്ട് മുറിവാകല് അല്ലെങ്കിൽ അങ്ങനെ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ സംഭവിക്കും. അപ്പോൾ സ്വയംഭോഗം ചെയ്യണ്ട എന്ന് പറയാൻ വേണ്ടിയിട്ടും ചെയ്തോ എന്ന് പറയാനും ഞാൻ ആളല്ല അതിൻ്റെ ഉള്ളിൽ. പക്ഷേ ചെയ്യുന്ന കാര്യങ്ങളെ നമ്മൾ ശ്രദ്ധിക്കണമെന്നത് ഞാൻ ആവർത്തിച്ച് എൻ്റെ വീഡിയോയ്ക്കുള്ളിൽ പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. സ്വയംഭോഗം ചെയ്താൽ കന്യാചർമ്മം ഓപ്പൺ ആകുമോ എന്ന് ചോദിക്കുന്നവരോട് എനിക്ക് ഇത്രയും മറുപടി പറയാനുള്ളൂ. കാരണം വെച്ചാൽ ഏറ്റവും കൂടുതൽ സെക്സ് എഡ്യൂക്കേഷൻ്റെ വീഡിയോ ഞാൻ ചെയ്ത് വിടാൻ തുടങ്ങിയതിൽ എനിക്ക് ഏറ്റവും കൂടുതലായിട്ട് പേഴ്സണൽ മെസ്സേജ് വന്നത് എനിക്ക് സ്വയംഭോഗം ചെയ്യുമ്പോൾ കന്യാചർമ്മം ഓപ്പൺ ആകുമോ എന്ന കാര്യത്തെ പറ്റിയിട്ട് പറഞ്ഞു തരാൻ സാധിക്കുമോ എന്ന് ചോദിച്ചുകൊണ്ടാണ്. ഒത്തിരി പെൺകുട്ടികൾ അങ്ങനെ പിന്നെ കമന്റ് വിട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്ന ഒത്തിരി പേര് സ്വയംഭോഗം ചെയ്യുന്നുണ്ട്, എന്നിട്ടാണ് പിന്നെ ഇങ്ങനത്തെ വെപ്രാളവും വിഷമവും ഒക്കെ ആയിട്ട് നടക്കുന്നത്. ഒരു ഡോക്ടറെ അടുത്ത് പോയിട്ട് അഡ്വൈസ് സ്വീകരിക്കാനോ അല്ലെങ്കിൽ അതിന്റെ പോരായ്മകളെ പറ്റിയിട്ട് അറിയാനൊന്നും അവർക്ക് പറ്റുകയില്ല. കാരണം വെച്ചാൽ നാണക്കേടാണ്, പേടിയാണ്. പിന്നെ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ആപത്ത് വരാതിരിക്കാനും വളരെയധികം ശ്രദ്ധിച്ചോളൂ. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യുന്ന സമയത്ത് അത് പൊട്ടിയൊക്കെ അതിൻ്റെ ഉള്ളിൽ പോയി എന്തെങ്കിലുമൊക്കെ ആയി അല്ലെങ്കിൽ മുറിവൊക്കെ ആയി അല്ലെങ്കിൽ പൊട്ടി ഉള്ളിലൊക്കെ ഇരുന്ന് നമ്മൾ ഡോക്ടറെ എത്താതെ ഡോക്ടറെ അടുത്തേക്ക് പോകാതെ ഒന്നും പറ്റത്തില്ലല്ലോ. അങ്ങനെ പോകുമ്പോൾ അത് മറ്റുള്ളവരെ അറിയാനും നാണക്കേടിനും അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഇടവരില്ലേ. പിന്നെ ഒരു ഡോക്ടറെ അടുത്ത് എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്കൊരു പരിമിതികളില്ല എല്ലാ കാര്യത്തിനും. ഞാൻ ആ മുൻ വീഡിയോയിൽ പറഞ്ഞ പോലെ ഒരു ഡോക്ടർ പറഞ്ഞ ഒരു ഇത് ഞാൻ കേട്ടിരുന്നു. ഗ്ലാസ് പൊട്ടിയിട്ടാണ് ഉള്ളില് ഗ്ലാസ് പൊട്ടിയിരിക്കുന്ന ഒരു അവസ്ഥയുമായിട്ട് ഒരാൾ വന്നു, ഒരു സ്ത്രീ വന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ആകുമ്പോൾ അത് എടുക്കാനും വലിയ ഓപ്പറേഷൻ ആയിട്ടൊക്കെ അത് മാറുന്നൊരവസ്ഥയൊക്കെ വരും. അപ്പൊ അതുകൊണ്ട് നല്ല രീതിയിൽ ശ്രദ്ധിക്കുക. ഈ ഒരു കന്യാചർമ്മം പൊട്ടിപ്പോകുമോ എന്നുള്ള ഒരു പേടി കൊണ്ടല്ല നിങ്ങൾ സ്വയംഭോഗം ചെയ്യാതിരിക്കേണ്ടത്. മറ്റുള്ള കാര്യങ്ങൾ അതിന്റെ ഗുണത്തെക്കാൾ ഏറെയുള്ള ദോഷങ്ങളെ പറ്റി പഠിച്ചിട്ട് വേണം നിങ്ങൾ ആ പ്രവൃത്തിയിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. കൗമാരപ്രായം എന്ന് പറഞ്ഞത് അങ്ങനെ തന്നെ ഒരു ബാല്യത്തിൽ നിന്ന് നമ്മളൊരു മുതിർന്ന അവസ്ഥയിലേക്ക് വരുന്നു. നമ്മുടെ ശരീരത്തിലൊക്കെ വ്യത്യാസങ്ങൾ വരുന്നു, നമ്മുടെ ഹോർമോണിന്റെ അളവിലൊക്കെ വ്യത്യാസം വരുന്നു, ലൈംഗിക അവയവങ്ങൾക്കൊക്കെ വളർച്ച വരുന്നു. ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്കും അറിയാനുള്ള താല്പര്യങ്ങളും ലൈംഗിക ഉണർവും മറ്റു കാര്യങ്ങളും ഒക്കെ നമ്മളിലും ഉണ്ടാവും. അത് ആരെയും കുറ്റപ്പെടുത്താൻ പറ്റില്ല, അത് പ്രകൃതി സഹജമാണ്. പക്ഷേ നമ്മൾ അതിനെ പരിഹരിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു ഉണർവിനെ ആഗ്രഹത്തെയൊക്കെ പരിഹരിക്കാൻ വേണ്ടിയിട്ട് തിരഞ്ഞെടുക്കുന്ന രീതികൾ നമ്മുടെ ജീവിതത്തിന് മുന്നോട്ടേക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുക എന്നത് അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും പ്രശ്നമായി മാറുമോ എന്നത് നമ്മൾ തീർച്ചയായിട്ടും മനസ്സിലാക്കി വെക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വളരെ നേർത്ത ഒരു ചർമ്മപാളിയാണ് ഈ ഒരു കന്യാചർമ്മം എന്ന് പറയുന്നത്. അതായത് യോനി മുഖത്ത് ഭാഗികമായിട്ട് ഇങ്ങനെ പറ്റി പിടിച്ച് നിൽക്കുന്ന ഒരു നേർത്ത ചർമ്മപാളി. അത് നമ്മൾ മനസ്സിലാക്കി വെക്കുക. അത്രയും നേർത്ത സാധനമാണ്. അപ്പൊ നമ്മൾ ഇത്രയും വലിയ സാധനങ്ങൾക്ക് ഉപയോഗിച്ച് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഭവിഷ്യത്ത് എങ്ങനെയാന്ന് നിങ്ങൾക്ക് സ്വന്തം ഇപ്പൊ ഊഹിക്കാം. ഞാൻ അത് ഇല്ലാന്നും ഉണ്ടെന്നും പറയുന്നില്ല. അതായത് കന്യാചർമ്മം പോകുമെന്നും പറയുന്നില്ല, പോകില്ല എന്നും പറയുന്നില്ല. കാരണം നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ളതേ ഉള്ളൂ. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു തന്നപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മൾ ആ അറിവ് എടുത്തോളുക. ചിലപ്പോൾ പൊട്ടിപ്പോകാം, ചിലപ്പോൾ പൊട്ടിപ്പോകാതിരിക്കാം. ആ ഒരു അറിവ് നമ്മളിൽ ഉണ്ടാവണം. അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങളുടെ ഒരുപാട് പേരുടെ സംശയങ്ങൾക്കുള്ള മറുപടിയായി എന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ അറിയിക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഇതുപോലെ തന്നെ കമന്റ് രൂപത്തിൽ ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അതൊരു വീഡിയോ ആയിട്ട് പറഞ്ഞു തരും. കാരണം ഒത്തിരി പേർക്ക് അത് ഉപകാരമായിട്ട് മാറും. നമ്മളത് എല്ലാവരിലേക്ക് എത്തിക്കുമ്പോൾ ഒത്തിരി പേര് ചോദിക്കാൻ മടിക്കുന്ന കാര്യങ്ങളൊക്കെ ആയിരിക്കും, അപ്പോൾ ഉപകാരമായിട്ട് മാറും.
നമ്മൾ അച്ചൂസ് ക്രിയേഷൻ 0.1 എന്ന് പറഞ്ഞിട്ട് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ നമ്മൾ സെറ്റ് എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഒത്തിരി വീഡിയോകൾ പറഞ്ഞു വിട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ആ വീഡിയോസ് ഒക്കെ കാണുക, നല്ല അറിവുകളെ സ്വീകരിക്കുക. അപ്പൊ ഇതുപോലെയുള്ള മറ്റൊരു സബ്ജക്റ്റുമായിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ബൈ.